എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്നവിടെ കാണുക. എന്ന് പറഞ്ഞാൽ അവിടെ വരെ അപ്പോസ്തലപ്രവൃത്തി 8 വരെ പ്രസംഗിച്ചിരുന്ന സുവിശേഷം എന്താ? രാജ്യത്തിന്റെ സുവിശേഷമാണ് എന്നുള്ളത് വ്യക്തമായി എഴുതിയിരിക്കുക. ആ സുവിശേഷം കേട്ടപ്പോൾ അവിടെ സ്ത്രീകളും പുരുഷന്മാരും സ്നാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അവസാന അധ്യായത്തിൽ കർത്താവ് ഇവർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ട് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഇത് ആ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വ്യവസ്ഥയായിരുന്നു. എന്നാൽ ഇവിടെയൊന്നും കൃപായുഗം വെളിപ്പെട്ടിട്ടില്ല, കൃപയുടെ സുവിശേഷം ദൈവം കൊടുത്തിട്ടുമില്ല. കാരണം എന്താ? ഇത് പ്രഥമ വ്യക്തിയുമായി ഏൽപ്പിച്ച പൗലോസ് ആ സമയങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു തീവ്രവാദ മനോഭാവത്തോടു കൂടി നടക്കുകയാ. അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തി ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് വേർതിരിച്ച് ദൈവം ചിലതൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് തനിക്കൊരു മാർമിക സത്യം വെളിപ്പെട്ടു. ഇത് അനാദികാലം മുതലേ മറഞ്ഞിരുന്ന ഒന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ന്യായപ്രമാണം കൂടാതെയുള്ള ക്രിസ്തുയേശുവിലൂടെ ക്രൂശിലൂടെയുള്ള രക്ഷാമാർഗമാണ്. അതിന് യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ല എന്ന് പറഞ്ഞെന്ന് കൃപയുടെ സുവിശേഷം പറയുന്നത്.